ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടിപ്സും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ചെറിയൊരു മോട്ടിവേഷൻ ആണ്. അപ്പൊ എന്നെ പോലുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ടാവില്ലേ, അവർക്കൊക്കെ യൂട്യൂബിലേക്ക് വരാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, വരണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടാവില്ലേ. പലർക്കും വരുമാനമൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ, എനിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട്. പക്ഷെ തുടങ്ങാൻ ഒരു മടി, മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതിയിട്ട് ചാനൽ തുടങ്ങാതിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവില്ലേ. അവർക്കൊക്കെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് രണ്ടാമതായിട്ട് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-11 മാസത്തിന് മുമ്പാണ് ആദ്യത്തെ വരുമാനം കിട്ടിയത് കേട്ടോ. അതിനുശേഷം രണ്ടാമതായിട്ട് എനിക്ക് വരുമാനം കിട്ടുന്നത് പോയ മാസം 22-ാം തീയതിയാണ്. പോയ മാസം എന്ന് പറയുമ്പോൾ ജൂലൈ 22-നാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ വന്നത്. ഞാൻ വലിയൊരു യൂട്യൂബ് ടിപ്സ് ചെയ്യുന്ന ആളൊന്നുമില്ല, ചെറിയൊരു ക്രിയേറ്ററാണ്. നിങ്ങളെ പോലെ തന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ പല വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുക്കിംഗ്, ഗാർഡനിങ്, അതേപോലെ എന്താ പറയുക, ഹെയർ ടിപ്സ് വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ തന്നെ പേടിയായിരുന്നു. ഞാൻ ഫേസ് ഒന്നും കാണിക്കാതെയായിരുന്നു കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴും ഞാനിപ്പോ പറയുന്നത് ഓർഡർ ആയിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോ ഇത് എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ ഉഴുന്ന് അരയ്ക്കാനിട്ട് ശേഷമാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ആ ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിൽ വീഡിയോ എടുത്ത് തീർക്കണം എന്നുള്ള ഒരു എയിമോട് കൂടിയാണ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രൈൻഡർ അരിയുന്നതൊക്കെ സൗണ്ട് കേൾക്കാം. ഞാൻ ചിലപ്പോ എന്താണ് ഓഡിയോ ക്ലിയർ ഒക്കെ ചെയ്ത് ചിലപ്പോൾ കുറയ്ക്കും, എങ്കിലും ചെറുതായിട്ടൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പോ ഞാനിത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പല വീട്ടമ്മമാരുണ്ടാവും, മടിച്ചിരിക്കുന്നവരുണ്ടാവും. പണി തിരക്കായിട്ട് ആയിരിക്കും. പക്ഷെ നമുക്കൊരു ചെറിയൊരു സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഒരു വരുമാനമായിട്ട് കയ്യിൽ കിട്ടും. എല്ലാ മാസവും വരുമാനം കിട്ടണമെന്നില്ല. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതെ തുടച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോ ഒരു 10,000 15,000 അല്ലെങ്കിൽ വേണ്ട $100 തികച്ചു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 9,500. അതെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. എനിക്ക് ആദ്യം കിട്ടിയത് $100 ആണ് കേട്ടോ. ഞാൻ അത് തികയ്ക്കാൻ തന്നെ വല്ലാത്ത പാടുപെട്ടിരുന്നു. കാരണം നമുക്ക് ചെറിയൊരു ചാനലാകുമ്പോഴും പതുക്കെ തന്നെ ഡോളർ കയറത്തുള്ളൂ കേട്ടോ. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പലരും പറയും, ചേച്ചി എന്താണ് സ്പീഡ് പറയുന്നത് എന്തൊക്കെയോ കിടക്ക് പോലെ. പക്ഷെ എന്റെ കുട്ടികളെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ വന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് അവര് കരയോ അല്ലെങ്കിൽ ബഹളം വെക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ കൊണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്നിട്ട് ഞാൻ ആ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു റവന്യൂ കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മാസവും കിട്ടില്ല, എപ്പോഴും ഞാൻ പറഞ്ഞില്ല. എനിക്ക് 10 മാസത്തിന് ശേഷമാണ് രണ്ടാമതായിട്ടുള്ള വരുമാനം കിട്ടിയത്. രണ്ടാമതായിട്ടുള്ള വരുമാനം കിട്ടുമ്പോഴെനിക്ക് ഏകദേശം എന്താ പറയാ $115 അടുത്തെത്തി. കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കിട്ടി കേട്ടോ. 10-നും 12-നും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് കിട്ടി. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം ഇതൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും മോട്ടിവേഷൻ ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുടങ്ങി ഒക്കെ ചെയ്തിട്ട് വരുമാനം കിട്ടുകയാണെന്ന് വെച്ചാൽ നല്ലതല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഞാൻ എല്ലാം അങ്ങനെ പറയുകയല്ല. എന്താണ് ഇങ്ങനെയൊന്നും ചിലപ്പോൾ ആരും പറയത്തില്ല അല്ലെ. യൂട്യൂബ് ടിപ്സ് ചെയ്യുന്നവരെ പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നും പറയത്തില്ല. ഒന്നും അറിയില്ല എന്നൊന്നും. എനിക്ക് അറിയില്ലാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് പറയുന്നു. അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഞാൻ എന്റെ വീഡിയോയ്ക്ക് വേണ്ടി പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. എനിക്ക് വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി തിരഞ്ഞു കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അതും എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ ഇടയിൽ കുറെ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മാസം അധികം നേരെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് റവന്യൂ ഒട്ടും കയറത്തില്ല. പിന്നെ ഞാൻ ഷോർട്സ് ചെയ്യുന്നത് സാധാരണ എന്തെങ്കിലും നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ, എന്താണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ കിച്ചണിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് ഒക്കെ ഇടുമായിരുന്നു. അതിലൊന്നും ഒട്ടും റവന്യൂ കിട്ടില്ല. നമ്മൾ വിചാരിക്കും പോലെയല്ല. എന്താണ് ഒരുപാട് ലക്ഷങ്ങളൊന്നും ചെറിയ ചാനലുകൾക്ക് കിട്ടത്തില്ല. തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രമേ കിട്ടത്തുള്ളൂ. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഒരുപാട് വരുമാനം കിട്ടത്തില്ല. സബ്സ്ക്രൈബേഴ്സിന്റെ അല്ല നമുക്ക് വരുമാനം കിട്ടുന്നത്. ഇപ്പൊ 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എങ്കിലും നല്ല പോലെ നമുക്ക് വീഡിയോയ്ക്ക് ആണെങ്കിലും ഷോർട്സിനാണെങ്കിലും വ്യൂസ് ഉണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടും. 1 lakh സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഒട്ടും വീഡിയോയ്ക്ക് ആണെങ്കിലും ഷോർട്സിനാണെങ്കിലും വ്യൂസ് ഇല്ലെങ്കിൽ ഒരു വരുമാനം പോലും നമുക്ക് കിട്ടത്തില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഒരു ഘടകമല്ല ആണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ ഇടുന്ന ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും കണ്ടാൽ മാത്രമേ നമുക്ക് അത് വെച്ചിട്ട് യൂസ്ഫുൾ ആയിരിക്കത്തുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം കുറെ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാൻ താല്പര്യമുള്ളവർ കാണുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തേക്ക് ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ
ഞാനിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഇരിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവില്ല. എന്താ പറയാ, ഫേസ് കാണിക്കാനൊക്കെ മടിയായിരിക്കും. എനിക്കും ആദ്യം ഫേസ് കാണിക്കാൻ നല്ല മടിയായിരുന്നു. എന്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഫേസ് കാണിച്ചിട്ടില്ല, സൗണ്ട് പോലും കൊടുത്തിട്ടില്ല. മ്യൂസിക് ഒക്കെയാണ് ആഡ് ചെയ്തിട്ട് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. ആദ്യം എനിക്ക് എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് പോലും അറിയില്ലായിരുന്നു. ഏട്ടനോട് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ, അതൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എനിക്ക് ആദ്യ തുടക്കത്തില്. അതുപോലെ ഒരുപാട് പേരുണ്ടാവും അല്ലെ. അപ്പോ ഒന്ന് പതുക്കെ നോക്കിയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിക്കോളും. അത് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും തന്നിരിക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്യാനെങ്കിൽ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അല്ലെ. നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ എത്തിക്കുന്നു, അല്ലാതെ വേറെ എന്തെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്തെത്തിക്കുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് സമ്പാദിക്കാൻ പറ്റും. അല്ലാതെ ജോലിക്ക് പോയിട്ട് തന്നെ സമ്പാദിക്കണമെന്നില്ല. ജോലിക്ക് ചിലവരൊക്കെ പറയും, എന്തിനാണ് ഇതിലൊക്കെ വീഡിയോ ഇടുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അതൊക്കെ പറയുന്നവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് അവർ പറയുന്നു. അവർക്ക് ചിലപ്പോൾ വീഡിയോ ഇടാൻ കഴിവുണ്ടാകില്ല, മറ്റുള്ളവർ ഇടുന്നതുകൊണ്ട് അസ്ഥിയായിട്ടായിരിക്കാം പറയുന്നത്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള രീതി ഫോളോ ചെയ്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാഴ്ചയിൽ ഒന്നാണെങ്കിലും കറക്റ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് പോവുകയാണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതായിരിക്കും. ചിലർക്ക് ചില ഓപ്ഷൻസ് ഒന്നും വന്നില്ല എന്നൊക്കെ പറയില്ലേ, അത് എപ്പോഴെങ്കിലും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക് അങ്ങനെ എല്ലാം ഒന്നും കിട്ടത്തില്ല. എന്താ പറയാ, പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നതാണെങ്കിലും അതേപോലെ ഇപ്പൊ പുതിയതായിട്ട് ഒരു ഇതും കൂടെ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ പല പല ഓപ്ഷൻസും വരും. നമുക്ക് യൂട്യൂബ് നമ്മളെ എന്താ പറയാ മുൻനിരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പല ഓപ്ഷൻസുകളും ഓരോ സമയങ്ങളിൽ കൊണ്ടുവരാറുണ്ട്. അതൊക്കെ എല്ലാവർക്കും കിട്ടണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ രീതിയിൽ പോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ എപ്പോഴെങ്കിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അത് ഞാൻ പറയാൻ കാരണം, പലരും പറയുന്നുണ്ട് പല ഓപ്ഷൻസ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ കേട്ടോ. പക്ഷെ അത് കിട്ടണമെങ്കിൽ കറക്റ്റ് ആയിരിക്കണം. യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് പോയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് എല്ലാവരും ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതൊന്നും പഠിച്ചു വെച്ചിട്ടല്ല, പെട്ടെന്ന് മനസ്സിൽ തോന്നി. ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആണെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോ ഒരു വീഡിയോക്കാണെങ്കിൽ, ലോങ് വീഡിയോ ഇടുകയാണെന്ന് വെച്ചാൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു 2000-3000 വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ $1 ഇല്ലെങ്കിൽ $1 കൂടുതലൊക്കെ കിട്ടത്തുള്ളൂ. അതേപോലെ ഷോർട്സിന്റെ കാര്യത്തിൽ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് 1 lakh അല്ലെങ്കിൽ 2 lakh ഒക്കെ വ്യൂസ് ഉണ്ടെങ്കിൽ എന്താ പറയാ $1 കിട്ടത്തുള്ളൂ. അതും എൻഗേജ്ഡ് വ്യൂസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമുക്ക് 1 ലക്ഷം വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് മുഴുവനും എല്ലാവരും കാണണമെന്നില്ല. മുഴുവൻ ആ 1 ലക്ഷം പേരും നമ്മുടെ ഷോർട്സ് വീഡിയോ മുഴുവനായിട്ട് കാണണമെന്നില്ല. അതിലെ പകുതി പേരായിരിക്കും എൻഗേജ്ഡ് ആയിട്ട് മുഴുവനായിട്ട് കണ്ടിരിക്കുക. ആ കണ്ടതിന് മാത്രമേ നമുക്ക് എന്താ പറയാ ഏണിങ്സ് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അല്ലാതെ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം കിട്ടിയാലും ചിലപ്പോൾ അതിൽ നമുക്ക് $1 വരുന്നത് വളരെ തുച്ഛമായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ചെറിയ ചെറിയ ചാനലുകളൊക്കെ തുടക്കത്തിൽ ചെറുതായിട്ട് $1 കയറത്തുള്ളൂ. പതുക്കെ 0.01 0.02 എനിക്കൊക്കെ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. അങ്ങനെ കയറിയിട്ടാണ് ഞാനിരുന്നു $100 എത്തിച്ചത്. പക്ഷെ നമുക്കതൊരു സന്തോഷമാണല്ലേ. എന്താ പറയാ, ഒരു ഗെയിം പോലെയാണ്. നമുക്ക് യൂട്യൂബിൽ നിന്ന് ചെറിയ ചാനലുകൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ നിങ്ങളൊക്കെ അതിനനുസരിച്ച് നല്ല നല്ല വീഡിയോയും കാര്യങ്ങളും ഇട്ട് പോവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല വരുമാനം നേടാൻ പറ്റും. ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ പുതിയൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്, ഗിഫ്റ്റ് ഓപ്ഷൻ. അപ്പൊ പലരും ഗിഫ്റ്റുകൾ ആയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, പൈസ കൊടുക്കുകയല്ല, ഗിഫ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പോയിന്റ് കിട്ടും. അപ്പൊ ഇത്ര 100 പോയിന്റ് ആയി കഴിഞ്ഞാൽ $1 കിട്ടും. അങ്ങനെ കുറെ ആകുമ്പോൾ വലിയൊരു ഡോളേഴ്സ് കയറുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലൈവ് ചെയ്താലും നമുക്ക് ലൈവിലൂടെ മാത്രം ക്യാഷ് സമ്പാദിക്കാനും പറ്റും. അപ്പോൾ എന്താണ് പറയാ, മടിച്ചും മാറിയൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും തുടങ്ങാം. ഫേസ്ബുക്കിൽ നമുക്ക് യൂട്യൂബിലിട്ട വീഡിയോ തന്നെ അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഗാലറിയിൽ വെച്ചിട്ട് തന്നെ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഗ്യാപ്പിൽ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യുക. അല്ലാതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ശേഷം എടുത്തിട്ട് വീണ്ടും ഫേസ്ബുക്കിലേക്ക് ഇടാൻ പാടില്ല. നമ്മൾ ഗാലറിയിൽ വെച്ച് തന്നെ ഡൈവേർട്ട് ചെയ്യണം കേട്ടോ. കുറെ പേരൊക്കെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇവിടെ അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇനിയും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മടിയുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക. വെറുതെ ഇരിക്കുന്നവരാണെങ്കിലും ജോലിയുള്ളവരാണെങ്കിലും വൈകിട്ടൊക്കെ വന്ന് ഫോൺ നോക്കുന്നതിന് പകരം ഒരു ചെറിയൊരു എന്തെങ്കിലും അവരുടെ കഴിവുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ചെറിയൊരു പോക്കറ്റ് മണി ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ മാസവും അല്ലെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ കിട്ടുമ്പോൾ
വല്ലാത്തൊരു ഇതാണല്ലോ, സന്തോഷമാണല്ലോ ഇതിൽ നിന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ. എനിക്ക് ആദ്യമായിട്ട് കിട്ടുമ്പോൾ വളരെ സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഞാൻ മറ്റുള്ളവരോടൊന്നും സഹായം, എന്റെ ഫാമിലിയിലെ ആരും യൂട്യൂബിൽ ഇല്ല. യൂട്യൂബ് പരമായിട്ടുള്ള കാര്യം, ടെക് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുന്നതല്ല. ഞാൻ തന്നെ യൂട്യൂബും വേറെ നെറ്റൊക്കെ സെർച്ച് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് അവസാനം ഒരു തെറ്റില്ലാതെ എങ്ങനെയൊക്കെയോ എത്തി നമ്മുടെ കയ്യിൽ ക്യാഷ് കിട്ടി. ചിലർക്കൊന്നും ക്യാഷ് കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ഇതൊക്കെ വരുമ്പോൾ എന്റെ ഭാഗ്യത്തിന് എനിക്കെന്തോ ക്യാഷ് കയ്യിലെത്തി. അതേപോലെ തന്നെ രണ്ടാമത്തെ തവണയും നമുക്ക് കറക്റ്റായിട്ട് ഏണിങ്സ് കയ്യിൽ കിട്ടിയിട്ടോ. അപ്പൊ നിങ്ങൾക്കും കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് വരികയാണെന്ന് വെച്ചാൽ ക്യാഷ് കയ്യിലെത്തും, അത് തീർച്ചയാണ്. അപ്പം ഇപ്പൊ എഐയും കൂടെ വന്നതുകൊണ്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാനിപ്പോ കുറെ ആയിട്ട് ഷോർട്സ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. എഐ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആകില്ലേ എന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആകും. കാരണം എഐ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ടോ വേറെ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ ചോദിക്കും. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും. കാരണം യൂട്യൂബ് തന്നെ തരുന്ന ഒരു ഓപ്ഷനാണ് എഐ എന്ന് പറയുന്നത്. എഐ ഓപ്ഷൻ എസ് എന്ന് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോ കുറെ ആയിട്ട് എഐ ഷോർട്സ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഷോർട്സിന് നല്ല വ്യൂസ് ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും നല്ല വ്യൂസ് ഒന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുള്ള ഇതുപോലെ നിങ്ങൾ ഷോർട്സ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ട് എഐയോട് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യാം. അല്ലാതെയും നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഷോർട്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ട്രെൻഡിങ് സോങ്സ് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ കുറച്ചുകൂടെ വ്യൂസും കാര്യങ്ങളും കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോ ഞാൻ പറഞ്ഞു വന്നത് വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കല്ല. കാരണം ഇതൊന്നും ഞാൻ പഠിച്ചു വെച്ചിട്ട് പറയാല കേട്ടോ. കുറെ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ പറയാനുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒരു ചെറിയ മോട്ടിവേഷൻ കിട്ടുകയാണെന്ന് വെച്ചാൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും എനിക്ക് ഒന്നും അറിയാത്തവിടെ നിന്ന് ഞാൻ ചാനൽ തുടങ്ങി ക്യാഷ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ക്യാഷ് സമ്പാദിക്കാൻ പറ്റും. ഇതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ, അത്രേ ഉള്ളൂ. അപ്പോ നിങ്ങൾ അതുപോലെ ചാനലൊക്കെ തുടങ്ങി എത്രയും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ഒക്കെ ആക്കിയെടുത്ത് ക്യാഷ് സമ്പാദിക്കാൻ നോക്കുക. തുടങ്ങാത്തവരോടാണ് കേട്ടോ. അപ്പൊ മടിച്ചു മാറിയൊന്നും നിൽക്കണ്ട. ആരെന്ത് പറയും എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യുക, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ എന്ത് പറയും, അവരെന്ത് ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. എല്ലായിടത്തും എവിടെയും എത്തത്തില്ല. അപ്പോ നമ്മൾക്ക് കിട്ടിയ ഒരു അവസരമാണിത്. അത് നമുക്ക് യൂസ്ഫുൾ ആക്കി എടുക്കുകയാണെന്ന് വെച്ചാൽ വളരെ നല്ലത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.